എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലനോട് വേഗം കുളിച്ച് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞ് ഗോമതി അകത്തേക്ക് കയറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും ബാലൻ സമ്മതിക്കില്ല. ബാലൻ പറയും വരട്ടെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആര്യ, നിന്നോടാണ് പറയുന്നത്, എന്തായാലും നിന്റെ കല്യാണം കഴിഞ്ഞു, ഞങ്ങളത് അംഗീകരിക്കുന്നു. പക്ഷേ ഇന്ന് വരെ ഒരാളുടെ ഒരു രൂപ പോലും എടുത്തിട്ടില്ലാത്ത ഞാൻ, കൈകൊണ്ട് തൊട്ടിട്ടില്ലാത്ത ഞാൻ, എൻ്റെ മകൻ എനിക്കൊരു പേര് ചാർത്തി തന്നു, കള്ളൻ. കള്ളനുള്ള പേര് എനിക്ക് നീ ഉണ്ടാക്കി തന്നതാണ്. അതുകൊണ്ട് തന്നെ ആ പേര് നീ ആയിട്ട് എനിക്ക് മാറ്റിയെടുത്ത് തരണം. അവരുടെ നിന്ന് വാങ്ങിയ സ്വർണ്ണം, അതായത് അവിടെ നിന്ന് എടുത്ത സ്വർണം നീ അവർക്ക് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അച്ഛാ, മറ്റുള്ളവർ പറയുന്നത് ഞാൻ പറയുന്നത് മുഴുവൻ കേട്ടിട്ട് നീ സംസാരിച്ചാൽ മതി എന്ന് പറയും. നീ ആ ഇവളുടെ സ്വർണത്തിൽ കണ്ണുവച്ചിട്ടാണോ നീ ഇവളെ സ്നേഹിച്ചത് എന്നൊക്കെ ചോദിക്കും. അതുപോലെ തന്നെ ഇവൻ ചെയ്ത അതേ തെറ്റ് തന്നെയാണ് നീ ചെയ്തതെന്ന് മിത്രയോട് പറയുന്നുണ്ട്. നീ എന്ത് കണ്ടിട്ടാണ് ആ വീട്ടിലത്തെ സ്വർണ്ണം എടുത്ത് പോയത്? ഒരാളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ കൂടെ ഇറങ്ങി പോവുകയാണ് ചെയ്യേണ്ടതല്ലാതെ ആ വീട്ടിലെ സ്വർണം അല്ല എടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് മിത്രനെയും കുറ്റപ്പെടുത്തും. നീ കണ്ടിട്ടുണ്ടോടാ നിന്റെ അമ്മയുടെ ഒരു സ്വർണം ഞാൻ എടുത്തേക്കണത്? അവിടെ നിന്ന് ഞാൻ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? അതുപോലെ തന്നെ നിന്റെ അമ്മയുടെ കയ്യിൽ ഉണ്ടായിരുന്ന സ്വർണം ഞാൻ എന്തെങ്കിലും സ്വന്തമാക്കിയിട്ടുണ്ടോ എന്ന് നീ നിന്റെ അമ്മനോട് ചോദിക്കടാ. അതൊരു ആണത്തം, അല്ലാണ്ട് സ്നേഹിച്ച പെണ്ണിന്റെ സ്വർണ്ണം എടുത്ത് കൈകാര്യം ചെയ്യലല്ല എന്നൊക്കെ പറയും. ആര്യം പറയുന്നുണ്ട്, അച്ഛാ അത് മിത്രയുടെ സ്വർണ്ണമാണ്. എൻ്റെ ഭാര്യയുടെ വീട്ടുകാർ അവൾക്ക് വേണ്ടി വാങ്ങിച്ച സ്വർണ്ണമാണ്. അതെന്ത് ചെയ്താലും അവർക്ക് എന്താ കുഴപ്പം? ആരെന്തു എന്ന് ചോദിച്ചാലും അച്ഛൻ എൻ്റെ പേര് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോൾ എന്താടാ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് അടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പിന്നീട് പറയും, നിനക്ക് ഇനി ഒരു ദിവസം സമയം തരാം, നീ ആ സ്വർണം തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് ബാലൻ ദേഷ്യപ്പെട്ടു പോകും. അത്രയും പോലും സ്വർണം നഷ്ടപ്പെടുത്തിയെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, അല്ലാണ്ട് മിത്രനെ ഒറ്റ കൊടുക്കാനൊന്നും ആരും തയ്യാറായില്ല. പിന്നീട് മിത്ര മുറിയിൽ പോയിരുന്ന് കരയായിരിക്കും. ഗോമതി ആണെങ്കിൽ മീനാക്ഷിയോട് ചോദിക്കും, എന്ത് ചെയ്യും മോളെ, ഇത്രയ്ക്കൊക്കെ പ്രശ്നങ്ങളാവില്ല സ്വർണത്തിൻ്റെ പേര്, ഇനിയിപ്പോൾ നമ്മൾ എന്തൊരു വഴി കാണാൻ പറ്റുന്ന പറഞ്ഞപ്പോൾ എനിക്കറിയില്ല അമ്മ, മിത്ര ആകെ പേടിച്ചിരിക്കുന്നു. അമ്മ ഒരു കാര്യം ചെയ്യും, മിത്രനോട് ചെന്ന് കഴിഞ്ഞിട്ട് സംസാരിക്കാൻ പറയും. അങ്ങനെ ഗോമതി മിത്രയുടെ അടുത്തേക്ക് ചെല്ലും. മോളെ, നീ ഇവിടുത്തെ ഒച്ചയും ബഹളമൊക്കെ കണ്ട് പേടിച്ചു ചോദിച്ചപ്പോൾ അപ്പച്ചി എന്തിനായിരുന്നു ഇതൊക്കെ ചെയ്തത്? ഇത്ര നല്ല സ്നേഹത്തോടെ നിങ്ങൾ ജീവിച്ചിരുന്നതല്ലേ? അപ്പച്ചി അല്ലേ ഇതിനെല്ലാത്തിനും കാരണം? എന്തിനു വേണ്ടിയാണ് അപ്പച്ചി ഈ വിവാഹം നടത്തിയത്? എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടോ എന്ന് വെച്ചാൽ എനിക്ക് അതിൽ എന്ത് നേട്ടം ഉള്ളത് എന്നൊക്കെ ചോദിക്കും. എന്ത് നേട്ടം ഉള്ളത് എന്തെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കും. എനിക്ക് നിന്നെ വേണമായിരുന്നു എന്ന് പറയും. അപ്പോൾ എന്നെ അപ്പച്ചിക്ക് എന്നെ വേണമായിരുന്നത് കൊണ്ടാണ് ആര്യൻ്റെ ജീവിതം നശിപ്പിച്ചത്. ഇങ്ങനെ ചെയ്യരുതായിരുന്നു ആൻറ്റി, ഞാൻ തന്നെ ആര്യൻ്റെ കൂടെ ജീവിക്കുന്നത്. എൻ്റെ കൂടെ ജീവിക്കുന്നത് ആര്യൻ ജയിലിൽ കിടക്കുന്നത് പോലെയാണ് അനുഭവപ്പെടുന്നത്. എനിക്കത് വല്ലാത്ത വിഷമം ഉണ്ടാകുന്നുണ്ട്. എന്നെയാണെങ്കിൽ മനസ്സിലാക്കണില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം തന്നെ സ്വർണം ഇതുവെല്ലാവരും എടുത്ത സ്വർണം നമ്മുടെ ആര്യനെല്ലാം അപ്പച്ചി കുറ്റേറ്റെടുത്തത്. അപ്പച്ചിക്ക് ഇതിലൊന്നും വിഷമില്ല എന്നൊക്കെ ചോദിക്കും. നമുക്ക് ബാല അങ്കിളിനോട് സത്യമൊക്കെ പറയാമെന്നൊക്കെ പറയുന്നുണ്ട്. വേണ്ട മോളെ, നീ കണ്ടില്ലേ ആര്യൻ്റെ മനസ്സ്? കുടുംബബന്ധത്തിന് അവൻ ഒരുപാട് വില കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവൻ നിന്റെ പേരോ മിഥുൻ്റെ പേരോ ഒന്നും പറയാഞ്ഞത്. ആ സ്വർണം മോഷണം പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേസും കൂട്ടാവും, അന്വേഷണമാവും, പിന്നെ അതിൻ്റെ പിന്നിലുള്ള സത്യങ്ങളൊക്കെ എല്ലാവരും അറിയും. അത് നിന്റെ ജീവിതത്തെ ബാധിക്കും. അതുകൊണ്ടാണ് അവൻ ആ സ്വർണ്ണം എടുത്തെന്ന് പറയുന്നത്. അത്രയ്ക്ക് പാവം മോളെ അവൻ എന്ന് പറഞ്ഞ, അത് നിനക്ക് ഇന്നല്ലേ നാളെ മനസ്സിലാവും പറഞ്ഞപ്പോൾ ഇത്രയും പാവമായ ഒരാളെ ജീവിതം അതിൻ്റെ അപ്പച്ചി നശിപ്പിച്ചില്ലേ എന്നൊക്കെ ചോദിച്ച് ഇത്രയും ചെറുതായിട്ടൊന്ന് ചൂടാവുന്നുണ്ട് അപ്പച്ചിയോട്. അത് സാരില്ല മോളെ, അവൻ അതൊക്കെ അനുഭവിച്ചോളൂ എന്ന് പറഞ്ഞ് പിന്നീട് നമ്മുടെ ആര്യൻ മുറ്റത്ത് നിന്നും കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മിത്ര വരും. മിത്ര തൊട്ട് ആര്യാന്ന് വിളിക്കുമ്പോൾ എന്തേന്ന് ചോദിക്കും വേഗം. സോറി എന്ന് പറയുമ്പോൾ എനിക്ക് സോറിയും അതുപോലെ തന്നെ താങ്ക്സും ഒന്നും വേണ്ട, എൻ്റെ മുന്നിൽ നിന്ന് പോയാൽ മതി എന്ന് പറയും. അങ്ങനെ ഇതിനെടുത്ത സ്വർണത്തിൻ്റെ പേരിൽ ആര്യ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് കണ്ടപ്പോൾ ഞാൻ സോറി പറയാൻ വന്നത്, ഇഷ്ടമായില്ലെങ്കിൽ വേണ്ട ഞാൻ പൊക്കോളാന്ന് പറയും. അപ്പോൾ എനിക്ക് സമാധാനം സ്വസ്ഥതയും വേണ്ടതെന്ന് പറയും. എന്തേ ആ സ്വർണം നിനക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? ഇതിൻ്റെ അടുത്ത് നിന്ന് ഒന്നില്ലെങ്കിൽ ആ സ്വർണം നമ്മൾ തിരിച്ചു കൊടുക്കണം, അല്ലാണ്ട് നീ എന്നോട് സോറി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. സ്വർണം നിനക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുക സമയത്ത് ഗോമതി അങ്ങോട്ട് വരുന്നുണ്ട്. ഗോമതി വരുമ്പോൾ മിത്രയുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നതാണ്. മിത്രനോട് കാര്യം അന്വേഷിക്കുമ്പോൾ മിത്ര കാര്യങ്ങളൊക്കെ പറയും. എടാ, അവൾ നിന്നോട് സോറി അല്ലേ പറഞ്ഞു, അതിന് നീ എന്തിനും ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ചോദിക്കും. മിത്ര അകത്തേക്ക് പോകുമ്പോൾ നീ പോയി കഴിഞ്ഞിട്ട് അവളോട് സംസാരിക്കാൻ പറയാം. അമ്മ ഒന്നും മിണ്ടാണ്ടെന്ന് എനിക്ക് തനിച്ചിരിക്കണം, ഞാൻ ഇവിടെ നിന്നാൽ ശരിയാവില്ല, ഞാൻ പോടുന്നു പറഞ്ഞ് ആരും ദേഷ്യപ്പെട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് പോകും. പിന്നീട് മിത്രയുടെ അടുത്തേക്ക് മീനാക്ഷി ചെല്ലുന്നുണ്ട്. മീനാക്ഷി ചെല്ലുമ്പോൾ മിത്ര നീ എന്താ എപ്പോഴും ഇങ്ങനെ ഈ മുറിയിൽ തനിച്ചിരിക്കുന്നത്? ഭയോ, നമുക്ക് പുറത്തൊക്കെ പോകാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട ചേച്ചി, എനിക്ക് തനിച്ചിരുന്നാൽ മതി ചേച്ചി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്തിനു വേണ്ടിയിട്ടാണ് ചേച്ചി എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്? അതുകൊണ്ട് എനിക്ക് എന്ത് നേട്ടം ഉണ്ടായത്? കൂടെ ജീവിക്കുന്ന ആൾക്ക് എൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സംസാരിക്കാം മോളെ ആര്യനോട് എന്ന് പറഞ്ഞപ്പോൾ വേണ്ട ചേച്ചി, ഞാനും ആരോടും ഒന്നും സംസാരിക്കേണ്ട എന്നൊക്കെ പറയും. എൻ്റെ ഇതെല്ലാം എൻ്റെ വിധി തന്നെ ആയിരിക്കും, ഞാൻ അനുഭവിക്കാനുള്ളതാണെന്നൊക്കെ പറഞ്ഞ് മിത്ര പൊട്ടിക്കരയുന്ന ഒരു ഭാഗം കൂടി ഉണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് കടയിലാണ്. കടയിൽ ആകാശും
അതുപോലെ തന്നെ രാമേട്ടനൊക്കെ ഉണ്ട്, നീ എന്താ നേരത്തെ വന്ന് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കണമെന്ന് ചോദിച്ചപ്പോൾ അതല്ല, കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ ഇങ്ങനെ ഉണ്ടെന്ന് പറയും. എന്താണെന്ന് ചോദിക്കുമ്പോൾ സ്വർണം തിരിച്ചു കൊടുക്കണം കൃഷ്ണമംഗലത്തെ. നീ വെറുതെ വലിയ വർത്താനം പറയല്ല ബാല, 100 അവൻ്റെ സ്വർണം നീ എങ്ങനെ തിരിച്ചു കൊടുക്കാൻ? അത് ആര്യൻ അവൻ്റെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ സ്വർണ്ണം, അത് അവൾക്ക് അവകാശമുള്ളതാണ്, അത് അവരോട് ചോദിക്കാൻ പറഞ്ഞാൽ മതി, നിന്നോട് ചോദിച്ചാൽ എന്നൊക്കെ പറയും. അതേ അച്ഛാ അങ്ങനെ മതിയെന്ന് ആകാശ് പറയുമ്പോൾ പറയും, നിങ്ങൾക്കത് പറയാം, അത് എന്തായാലും ഒരു ദിവസം കൊണ്ടൊന്നും ആരും ചിലവാക്കിയിട്ടുണ്ടാവില്ല, എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതും പോട്ടെ, ആ സ്വർണം തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ കുറ്റം ആര്യനെ ഏൽക്കേണ്ടി വരും. ആര്യൻ കള്ളനായിട്ടുണ്ടെങ്കിൽ ആര്യനെ കള്ളനാക്കിയത് അവൻ്റെ അച്ഛൻ എന്നുള്ളൊരു പേരും വരും, ഞാൻ എൻ്റെ വളർത്തു ദോഷം എന്നല്ലേ വരും എന്നൊക്കെ പറഞ്ഞ് ബാലൻ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട്. അതിനുശേഷം ബാലൻ പറയും, ആകാശേ നീ പോയി കഴിഞ്ഞിട്ട് കളക്ഷനൊക്കെ എടുത്തിട്ട് വായു എന്ന് പറയും. അങ്ങനെ ആകാശ് കളക്ഷൻ എടുക്കാൻ വേണ്ടി പോണ സമയത്ത് അലോക് നമ്മുടെ കുറച്ച് ഗുണ്ടകളെ പിടിച്ചു നിർത്തി കഴിഞ്ഞിട്ട് സംസാരിക്കുന്നു. ആര്യൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഇതവൻ കൈയും കാലും തല്ലി കണ്ടിക്കണം അവൻ്റെ എന്ന് പറയും. പറ്റില്ലെങ്കിൽ കൊന്നോ, എന്നാലും കുഴപ്പമില്ല, അവൻ ജീവനോടെ ഉണ്ടാവരുതെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ആകാശം നിന്ന് കേൾക്കുന്നുണ്ടാവും. ആകാശം അങ്ങനെ വേഗം ആനന്ദിനെ വിളിക്കും. എന്താ ആകാശം എന്ന് ചോദിക്കുമ്പോൾ ആര്യൻ എവിടെയെന്ന് അറിയില്ല. അതിന് മുന്നേ അമ്മനെ വിളിച്ച് ആര്യനെ ചോദിക്കുമ്പോൾ ആര്യൻ വീട്ടിൽ നിന്ന് പുറത്ത് പോയെന്ന് പറയും. ആര്യൻ്റെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് ആയിരിക്കും. അങ്ങനെ ആകെ പേടിച്ച് വിഷമിച്ച് ആനന്ദിനോട് കാര്യങ്ങളൊക്കെ പറയും. ആനന്ദ് പറയും, പേടിക്കൊന്നും വേണ്ട, അവനൊന്നും ചെയ്യുന്നില്ല ചേട്ടാ, അവനെ തട്ടിക്കളയാൻ തന്നെയാണ് അവരുടെ തീരുമാനം, കൈയും കാലും തല്ലി കണ്ടിക്കുക തട്ടിക്കളയുക ചെയ്യാനാണ് പറയുന്നത്. അവൻ എന്തോ അപകടം വരാൻ പോകുന്നുണ്ട് ചേട്ടാ, എനിക്ക് പേടിയാവുന്ന പറയുമ്പോൾ നീ പേടിക്കൊന്നും വേണ്ട, അവനെന്തായാലും ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് എന്നാൽ ചേട്ടൻ്റെ രീതിയിൽ അന്വേഷിക്കും, ഞാൻ ഈ വഴിക്കൊക്കെ അന്വേഷിക്കാമെന്ന് പറയും. അങ്ങനെ രണ്ട് ചേട്ടന്മാരും രണ്ട് വഴിക്ക് ഇങ്ങനെ പരക്കം പായുന്നൊക്കെ ഉണ്ട്. ആര്യനെ അന്വേഷിച്ചിട്ട് അലോകണെങ്കിൽ എങ്ങനെയെങ്കിലും ആര്യനെ തകർക്കണം അല്ലെങ്കിൽ കൊല്ലണം. ആ കല്യാണം മുടങ്ങിയതോടുകൂടി ആര്യനോട് ഉള്ള ദേഷ്യം കൂടുകയാണ് ചെയ്തത്. അത്രയ്ക്കും ഒരു സ്വപ്നം കണ്ടൊക്കെ നടന്നൊരു കല്യാണം ആയതുകൊണ്ട് തന്നെ അലോകിന് അത്രയ്ക്ക് പെട്ടെന്ന് ദേഷ്യം സഹിക്കാൻ പറ്റാത്തത് വല്യച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ആരും ഒന്നോ എടുത്ത് ചാടിയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞെങ്കിലും കൂടി അലോക് ആര്യനെ തീർക്കാനുള്ള പ്ലാനൊക്കെ ആയിട്ടാണ് നടക്കുന്നത്. അങ്ങനെ ചേട്ടന്മാർ രണ്ടുപേരും ആര്യനെ അന്വേഷിച്ച് നടക്കെങ്കിലും കൂടി കാണില്ല. ആര്യനാണെങ്കിൽ സ്ഥിരം ഇരിക്കാറുള്ള ആൽത്തറയിൽ ഇങ്ങനെ വിഷമിച്ച് തൻ്റെ ജീവിതം നശിപ്പിച്ചു അല്ലെങ്കിൽ നശിച്ചു എന്നുള്ള രീതിയിൽ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.